അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊതുവെ പുത്തനാശയക്കാരുടെ ഒരു സ്വഭാവം അവരുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കുമൊത്ത് വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും വളച്ചൊടിക്കുക, ദുർവ്യാഖ്യാനിക്കുക എന്നതാണ്. ഇത് തന്നെയായിരുന്നു ഖവാരിജുകൾ എന്ന് പറയുന്ന പഴയകാല പുത്തൻ പ്രസ്ഥാനത്തിന്റെ സ്വഭാവമെന്ന് വിശുദ്ധ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം മക്കയിലെ മുശ്രിക്കുകളുടെ മേൽ അവതരിക്കപ്പെട്ടത് മുഅ്മിനീങ്ങളുടെ മേലിൽ, സത്യവിശ്വാസികളുടെ മേലിൽ ഓതി അവരെയും കൂടെ മുശ്രിക്കാക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇന്ന് പുത്തൻ പ്രസ്ഥാനങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിക്കട്ടെ, ഇന്നെന്റെ വിഷയം അതല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചതിന്റെ ബാക്കിയാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല എന്നാണ് ഒരു മൗലവി പറയുന്നത്. നോക്കണം നിങ്ങൾ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ അള്ളാഹ് പറയാണല്ലോ ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല. എന്നിട്ട് ആ ആയത്ത് ഏതാണ് എന്ന നിലക്ക് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോ അയാള് ആ ക്ലിപ്പിൽ ആ ആയത്ത് ഓതുകയാണ്. ഏതാണ് ആ ആയത്ത്? ആ ആയത്ത് ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ എന്ന് പറയുന്ന ആയത്താണ്. ഇത് ഓതിയിട്ട് അതിന് പറയുന്ന അർത്ഥമോ ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ്. അപ്പൊ ഇതിന്റെ ആശയമാണ് അയാൾ നേരത്തെ സംസാരിച്ചത്, ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല. പക്ഷെ ഇയാളുടെ ക്ലിപ്പ്, അയാളുടെ പ്രസംഗം നിങ്ങളൊന്ന് തീർത്ത് കേൾക്കുക, എന്നിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തുക. അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിട്ട് തങ്ങളുടെ ആദർശത്തിന് ആളെ കൂട്ടുന്ന ഈ സ്വഭാവത്തിന്റെ പേരെന്താണ് പടച്ചോനെ? അള്ളാഹു കാക്കട്ടെ. ഇത്തരം പുത്തൻ പ്രസ്ഥാനങ്ങളുടെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മയും സമുദായത്തെയും സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ എല്ലാവരെയും റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ ഈ കൊറോണ അടക്കമുള്ള പരീക്ഷണങ്ങൾ വരാതിരിക്കും? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ഖുർആനിൽ പടച്ച റബ്ബിന്റെ പേരിൽ ഉളുപ്പില്ലാതെ ജനങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഒരു ദീന് പറയുന്ന സ്റ്റേജിൽ ഒരു ദീനീ പണ്ഡിതൻ എന്ന രീതിയിൽ കയറിപ്പറ്റി പ്രസംഗിക്കുന്ന ഒരു മൗലവിയുടെ പ്രസംഗമാണിത്. നമുക്കതാദ്യം ഒന്ന് കേൾക്കാം. ഏതാ മരിച്ചേർ തോന്നുന്ന അധ്യായം ഓടാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള വേറെ വിഷയം. യാസീനിൽ തന്നെ അള്ള പറയുന്നത് അറിയോ? ഇത് മരിച്ചേർ തോതാനുള്ളതല്ലാതാ. യാസീൻ ഒരു മരുന്നിന്റെ ബോട്ടലിന് മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു, ഇത് ക്യാൻസറിനുള്ളതല്ല. എന്നിട്ട് ആ മരുന്ന് ക്യാൻസറിന് കൊടുത്താലോ? അതുപോലെ യാസീനിൽ അള്ള പറയാ ഇത് മരിച്ചേർ തോതാനുള്ളതല്ല. യാസീനിൽ മുജാഹിദ് ബാദിശ്ശേരി വെറുതെ പറയല്ല. ലിയുൻദിറ മൻ കാന ഹയ്യ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. എന്താ അർത്ഥം അറിയോ? ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ്. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതി കൊടുക്കാനുള്ളതാണ്. സത്യനിഷേധികൾക്ക് താക്കീത് ചെയ്യാൻ ആ യാസീൻ തന്നെ മരിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കണ്ടേ? ഈ ക്ലിപ്പിൽ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ ഒരു ഖുർആൻ പ്രഭാഷകനാണ്, ഒരു പണ്ഡിതനാണ് ഈ തോന്നിവാസം വിളിച്ചു പറയുന്നത്. എത്ര ഗൗരവമാണ് പടച്ചവനെ ഇത്! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല, ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ്. ആയത്തോതിയിട്ട് പരിശുദ്ധ ഖുർആന്റെ പേരിൽ പടച്ച റബ്ബിന്റെ പേരിലാണ് അയാൾ ഈ പച്ചക്കള്ളം പറയുന്നത്. നമുക്ക് ആ ആയത്തൊന്ന് പരിശോധിക്കാം. വമാ അല്ലംനാഹു ശിഅറ വമാ യൻബഗീ ലഹു ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ. നമ്മളൊന്ന് അർത്ഥം വെച്ച് നോക്കുക. ഒരു കൂട്ടലും കേട്ടോ, ഒരു കുറക്കലും ഇല്ല. ഞാനിത് പറയുമ്പോ എന്റെ പ്രസംഗം കേൾക്കുന്ന പുത്തൻ പ്രസ്ഥാനത്തിൽ പെട്ടുപോയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവെള്ളയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള നിങ്ങളുടേതായ ഖുർആൻ പരിഭാഷകളെങ്കിലും നിങ്ങളൊന്ന് നിവർത്തി നോക്കിയിട്ട് ഈ ആയത്തിന് ഇങ്ങനെ ഒരു അർത്ഥം അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ പിന്നെ അതിന് ഒപ്പിടിച്ചാൽ നമുക്ക് വെക്കാം. അല്ല, അവര് പോലും പറയാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു പുസ്തകമാണ് എന്ന നിലക്ക് പരമാവധി ശ്രദ്ധിക്കാനായിരിക്കും അവർ നോക്കുക. എന്ന ആയത്തിന് ഇത് മരിച്ചയിടത്ത് ഓതിക്കൊടുക്കാനുള്ളതല്ല,
ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ്, ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല എന്ന ഒരർത്ഥം ആരെങ്കിലും ഈ ഒരായത്തിന് അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുത്തൻ പ്രസ്ഥാനമല്ലാതെ മറ്റൊരാൾ നമുക്ക് പരിചയമില്ല. കാരണം അള്ളാന്റെ പേരിൽ, ഖുർആന്റെ പേരിൽ, ദീന്റെ പേരിൽ ഇത്ര ഉൾപ്പില്ലാതെ കളവ് പറയാൻ ധൈര്യമുള്ള ഒരു പ്രസ്ഥാനത്തെ നമുക്ക് വേറെ കാണാൻ കഴിയൂല. വമാ അല്ലംനാഹു ശിഅറ, നാം മുത്തുനബിക്ക് കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, പാട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. വമാ യംബഗീ ലഹു, അത് അദ്ദേഹത്തിന് യോജിച്ചതുമല്ല. കാരണം മക്കയിലെ മുശ്രിക്കുകള് മുഹമ്മദ് ഒരു കവിയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം മുഹമ്മദ് നബിയിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ പരിശുദ്ധ ഖുർആനിനെ ഒരു കവിതയായിട്ടോ ഒരു പാട്ടായിട്ടോ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഇൻ ഹുവ ഇല്ലാ ദിക്റും വഖുർആനും മുബീൻ, ഇത് വ്യക്തമായ ഖുർആനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയുന്നത് നോക്കൂ, ലിയുൻദിറ. ലിയുൻദിറ എന്നതിന്റെ ഫാഇൽ ആരാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഖുർആനിനെ എന്തിനാണ് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചത്? ലിയുൻദിറ. ഈ ഖുർആൻ മുന്നറിയിപ്പും താക്കീതും നൽകാൻ വേണ്ടി. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അതിന് വേറെയും വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫാഇല് അള്ളയായിട്ടും പറയാം, മുഹമ്മദ് നബി ആയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഖുർആനായിട്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ലിയുൻദിറ, അള്ള മുന്നറിയിപ്പും താക്കീതും നൽകാൻ, മുഹമ്മദ് നബി മുന്നറിയിപ്പും താക്കീതും നൽകാൻ, ഖുർആൻ മുന്നറിയിപ്പും താക്കീതും നൽകാൻ. ആർക്ക്? മൻ, ചിലർക്ക്. മൻ, ചിലർക്ക്. എങ്ങനത്തെ ചിലരാണ്? ഖാന ഹയ്യൻ, അവര് ഹൃദയത്തിന് ജീവനുള്ളവരായിരിക്കുന്നു എന്നാ. ഹൃദയത്തിന് ജീവനുള്ളവർ, നമ്മ കാര്യങ്ങൾ പറഞ്ഞാൽ ഉൾക്കൊള്ളുന്ന ആളുകളോടല്ലേ ഈ മുന്നറിയിപ്പും താക്കീതൊക്കെ കൊടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അള്ളാഹ് പറഞ്ഞ പ്രയോഗം നോക്കുന്നത്, ഹൃദയം ചത്തുപോയ സത്യനിഷേധികൾ ഉണ്ടല്ലോ, അവർക്ക് ഇത് യാതൊരു വിധത്തിലും ഫലം ചെയ്യൂല. അബൂജഹലിന് ഫലം ചെയ്തോ? ഉത്ബത്തിന് ഫലം ചെയ്തോ? ഉമയ്യത്തിന് ഫലം ചെയ്തോ? സുബ്ഹാനല്ലാഹ്, ഫിർഔൻ അടക്കം, നുംറൂദ് അടക്കം എത്ര സത്യനിഷേധികൾ കാര്യം ബോധ്യപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഹൃദയം ചത്തുപോയി, ഹൃദയത്തിന്റെ അകങ്കാഴ്ച മങ്ങിപ്പോയി. അതില്ലാത്ത ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയൂല. ഇത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് പറയുന്ന നമുക്ക് കാണാം, വഇന്നമാ യൻതഫിഉ ബിനദാറത്തിഹി മൻ ഹുവ ഹയ്യുൽ ഖൽബി മുസ്തനീറുൽ ബസീറ. അകങ്കാഴ്ചക്ക് പ്രകാശമുള്ള, ഹൃദയത്തിന് ഉണർവും ജീവനുമുള്ള ആളുകൾക്ക് മാത്രമേ വിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പും താക്കീതും ഫലം ചെയ്യുകയുള്ളൂ. ഇമാം ലഹഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മൻ കാന ഹയ്യൻ എന്ന് പറഞ്ഞാൽ ആഖിലൻ, ബുദ്ധിയുള്ളവർക്ക്, തന്റെ ഇടമുള്ളവർക്ക്, കാര്യം ഉൾക്കൊള്ളാൻ കഴിവുള്ള ആളുകൾക്ക് അവർക്കത് ഫലം ചെയ്തു. അപ്പോഴല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഈമാനിക പ്രകാശം ഉണ്ടായത്, ഉമർ ഇബ്നുൽ ഖത്താബിന് ഉണ്ടായത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായത്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് സ്വഹാബികൾക്ക് പരിശുദ്ധമായ ഈമാനിക പ്രകാശം, ഇസ്ലാമിന്റെ പ്രഭ അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാനുള്ള കാരണം അതായിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ ആയത്തിന് എവിടെങ്കിലും നിങ്ങൾ കണ്ടോ ഇത് മരിച്ചെടുത്ത് ഓതിക്കൊടുക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഇത് ഈ ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ കണ്ടോ? ഇത് മരിച്ചെടുത്ത് ഓതാനുള്ളതല്ല നിങ്ങൾ കണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ എവിടെ നിന്നാണ് പടച്ചവനെ ഇങ്ങനെ ഒരർത്ഥം ഈ സാധുക്കൾക്ക് കിട്ടിയത്?